ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്ലാസ്സില്ലാത്ത ദിവസത്തിലെ കുറച്ച് വിശേഷം വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ക്ലാസ്സില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കുറച്ച് നേരം കടന്നിട്ട് പിന്നെ നീച്ചിട്ടാണ് ഞാൻ ചായം കടി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഞാൻ ഈ ചെപ്പത്തിന് തന്നെ എൻ്റെ കൂടെ ചുമന്ന് നീച്ചിരുന്നു. പിന്നെ ഓക്കും അപ്പം ചുടണം പറഞ്ഞോടെ ഉണ്ടാക്കി തരും അപ്പം ചുടൊക്കെ ചെയ്യാണ്. അടുക്കളയിൽ നിന്ന് സൗണ്ട് കേട്ടാൽ പിന്നെ നമ്മൾ സുന്ദരി അവിടെ വന്നു. അപ്പോൾ പിന്നെ ഓൾക്ക് ഞാൻ അവിടെ മുട്ടൻ്റെ കുഞ്ചിയും ചിക്കൻ്റെ എല്ലാം ഒക്കെ എടുത്ത് വെച്ചിരുന്നു, വേറെ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ വേറെ ഉണ്ട് അങ്ങനെ കൊടുക്കും ചെയ്യലുണ്ട്. അങ്ങനെ ഓൾക്കൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളിൽ തന്നെ പോകും. പിന്നെ ഞാൻ ചോറ് വെക്കാൻ വെള്ളം വെച്ച് അങ്ങനെ അപ്പോഴും അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം പിന്നെ 8 മണി ആയിക്കണു. പിന്നെ കറിക്കുള്ള തേങ്ങ പൊട്ടിച്ചു കൊടുന്ന് അപ്പം വെള്ളം തിളച്ച് ഞാൻ അരി ഇടാൻ വേണ്ടി അരി കഴുകി കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് എപ്പോഴും ഏതരി കഴുകുകയാണെങ്കിലും ആദ്യം ഒന്ന് ചുടുവെള്ളം കൊണ്ട് കഴുകണം, എന്നാലേ എനിക്ക് തൃപ്തിട്ടുള്ളൂ. അങ്ങനെ അരിയൊക്കെ കഴുകി അങ്ങനെ അരി അവിടെ കഴുകി വെച്ചു. അപ്പോൾ വെള്ളം തിളക്കണുള്ളൂ ഉണ്ടായിരുന്നത്. വെള്ളം നല്ലോണം തിളക്കട്ടെ വിചാരിച്ചിട്ട് അരി അവിടെ വെച്ച് അപ്പത്തിന് വെള്ളം നല്ലോണം തിളച്ച്. എന്നാൽ പിന്നെ അരിയാണ് ഇട്ട് വെച്ചാൽ പിന്നെ അതവിടെ കടന്ന് വീഴുമ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ അരി ഇട്ടുകൊണ്ട് തേങ്ങ ഞാൻ ആദ്യം ചിരവി വെച്ചിരുന്നു. അരി ഇട്ട് വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ തേങ്ങ വറുത്തെടുക്കുകയാണ്. തലേന്നത്തെ കറി ഉണ്ടായിരുന്നു, ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കറിയാക്കാലോ വിചാരിച്ചിട്ട് തേങ്ങ വറുത്തരച്ച് കറിയാക്കാലോ വിചാരിച്ച് തേങ്ങ വറുത്തരച്ചു. പിന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അങ്ങനെ തേങ്ങ വറുത്ത് തേങ്ങ ചൂടാറിയപ്പോൾ ഞാൻ അതിലേക്ക് അരച്ചുകൊണ്ട് കൊടുന്ന് പാർന്നു. അതിൻ്റെ ഇടയിൽ ഇനിച്ച ചായക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളോട് പറഞ്ഞു കറി ഒന്ന് തിളക്കട്ടെ എന്നിട്ട് ചായ തരാറാണ് നിൽക്കണേ. പിന്നെ കറി തിളച്ചിട്ട് ഞാൻ അവൾക്ക് ചായ എടുത്ത് കൊടുത്തു. ഓൾക്ക് ചായ കൊടുത്തിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. ക്ലാസ് ലീവ് ഉണ്ടാകുമ്പോഴേ ഞാൻ മുറ്റടിച്ചു തരുള്ളൂ. പിന്നെ എനിക്ക് എപ്പോഴും ടൈം കിട്ടണം, വൈകുന്നേരമൊക്കെ വന്നുകൊണ്ട് ടൈം കിട്ടണം, എന്നാലേ ഞാൻ മുറ്റടിച്ചു തരുള്ളൂ. ക്ലാസ്സുള്ള ദിവസം ഞാൻ രാവിലെ മുറ്റടിച്ചു തരലില്ല, ടൈം കിട്ടലില്ല. അപ്പം ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഞാൻ 4 പുറന്ന് അടിച്ചു തരാൻ നിന്നു. ഇന്ന് രാവിലെ മുറ്റടിച്ചു വരുമ്പോൾ തന്നെ നല്ലൊരു മഴ ഇങ്ങനെ മൂടിയ കാലാവസ്ഥയായിരുന്നു. മഴ ഇങ്ങനെ ചാറിയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഴ ചാറിയാൽ തന്നെ മുറ്റത്ത് പെട്ടെന്നില്ല നനയും. അങ്ങനെ മുറ്റടിച്ചാൽ കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ കയറി. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ. ചായയും കടി ഉണ്ടാക്കിയ പാത്രവും കറി ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി കൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെ കഴുകി വെച്ചിങ്ങാണ്ട് ചായ കുടിക്കാൻ കുത്തിരിക്കാലോ വിചാരിച്ചാണ്ട് അത് കഴുകി വെച്ചിങ്ങാണ്ട് ഇരുന്നൊരു സമാധാനമല്ല. പിന്നെ കുടിക്കുന്ന പാത്രങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടേക്ക് നല്ല തുടച്ചിട്ടുങ്ങാണ്ട് വേസ്റ്റും പാത്രം കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി ഒഴിച്ചുകൊണ്ട് അത് അവിടെ തന്നെ മൂറി കൊടുക്കുന്നു. പിന്നെ അവിടേക്ക് നല്ലോണം തുടച്ചിട്ട് പിന്നെ പാത്രം കഴുകിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലോണം തുടച്ചിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ മെയിൻ പരിപാടിക്ക് ഇരുന്നു. ചായ കുടിക്കണേ. സച്ചും സാനും അപ്പം ഒന്നും നീച്ചിട്ടില്ല. അഞ്ചിടെ ചായ കുടി കഴിഞ്ഞിട്ടോളം അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും പിന്നെ ചായ കുടിച്ച് ചായ കുടി കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റിന്റെ മുന്നിൽ കോൺക്രീറ്റ് ഇട്ടിരുന്നു. അപ്പൊ അത് നനയ്ക്കണേ. ഇനി നനക്കൽ നിർത്താന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഒന്നും കൂടെ നനച്ചിട്ട് നിർത്താൻ വിചാരിച്ചിട്ടാണ്. 10 ദിവസമായി കോൺക്രീറ്റ് ഇട്ടിട്ട്. അപ്പൊ നനച്ചു കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അതങ്ങനെ നനച്ചാണ്ട് ഞാൻ നേരെ ഉള്ളിലേക്ക് പോന്നു. അപ്പൊ ചോറ് വന്നിരുന്നു. പിന്നെ ചോറ് ഊറ്റാൻ നിന്നു. അപ്പൊ സച്ചു നീച്ചു എനിക്ക് ചായ ആണെന്നാണ് ചായ എടുത്തു കൊടുത്തു. അപ്പൊ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.